ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടവലഗ്നം രാശിചക്രത്തിൽ രണ്ടാമത് സ്ഥിതി ചെയ്യുന്ന രാശിയാണ് ഇടവം. ഈ രാശിയിൽ പറയുമ്പോൾ നമ്മൾക്ക് അറിയാം, കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്നതാണ് ഇടവൻ രാശി. എന്നാൽ ഇടവ ലഗ്നം എന്ന് പറയുന്നത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആകാം. അപ്പൊ ഈ രാശിയുടെ പൊതു സ്വഭാവമൊക്കെ ഈ ലഗ്നത്തിലും കാണാം. കാരണം ഏത് രാശിയിലാണോ ജനിച്ചതെന്നല്ല, ലഗ്നത്തിന്റെ സ്വഭാവവും രാശിയുടെ സ്വഭാവവും ഏകദേശം അതുപോലെ ആയിരിക്കാം. എന്നിട്ട് ലഗ്നത്തിന്റെ പിന്നെ 1-ാം ഭാവം 2-ാം ഭാവത്തെ ആശ്രയിച്ചായിരിക്കും. 2-ാം ഭാവം 3-ാം ഭാവം ഓരോ രാശിയിലും മറ്റ് ഗ്രഹങ്ങൾ വരുന്ന കൂടി ചിന്തിച്ചിട്ടാണ് പൊതുവെ ജാതക ഫലങ്ങൾ പറയുന്നത്. എന്തായാലും ഇടവ ലഗ്നക്കാരെ കുറിച്ച് നമുക്ക് അവരുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാം. ഈ ഇടവ ലഗ്നത്തിൽ ജനിച്ച വ്യക്തികൾ സൗമ്യ സ്വഭാവമുള്ളവരും അല്പം വാത പിത്ത കഫ പ്രകൃതിക്കാരാണ്. നല്ലതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കുന്നവരും ക്ഷമാശീലരും ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തിട്ടേ അടങ്ങും. പിന്നെ ഇടവം രാശി ശുക്രന്റെ സ്വക്ഷേത്രമാണ്. ശുക്രന്റെ രാശി ആയതുകൊണ്ട് തന്നെ ശുക്രന്റെ കാരകത്വം മഹാലക്ഷ്മിക്കും അന്നപൂർണേശ്വരിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ശുക്രന്റെ കാരകത്വം ഉള്ളത് കൊണ്ട് അവരെല്ലാം ഭംഗിയായി ചെയ്യുന്ന അല്പം ഐശ്വര്യമൊക്കെ ഉള്ളവരായിരിക്കും ഇവര്. രാശിയുടെ സ്വഭാവമുണ്ട്. അതിന്റെ ശുക്രന്റെ സ്വക്ഷേത്രം മാത്രമല്ല, ചന്ദ്രന്റെ ഉച്ചരാശിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർ അല്പം ആകാര ഭംഗിയുള്ളവരൊക്കെ ആയിരിക്കും. തിളക്കം, അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു തിളക്കം, എന്ത് ചെയ്താലും അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യുവാനുള്ളൊരു കഴിവ് ഇവർക്ക് ഉണ്ട്. ഇവര് ക്ഷമാശീലരാണ്, ദൃഢനിശ്ചയക്കാരാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ക്ഷമയൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സൗമ്യരെന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഇവർക്ക് ഭാഗ്യാധിപത്യം കൂടുതലായിരിക്കും, അതുപോലെ കർമാധിപത്യവും കൂടുതലായിരിക്കും എന്തും ചെയ്യാനായിട്ട്. കാരണം ഭാഗ്യാധിപത്യവും കർമാധിപത്യവും വച്ച് നിൽക്കുന്ന ശനി എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് നൽകും. കേന്ദ്രാധിപത്യമുള്ള ആദിത്യനാണെങ്കിൽ രാജയോഗ പ്രധാനമാണ്. എവിടെയും തല ഉയർത്തിപ്പിടിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം ഇവർക്ക് ഉണ്ട്. സൂര്യഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഇവരിൽ ഉണ്ടാവും. പിന്നെ ചൊവ്വ ഇവർക്ക് വളരെയേറെ ദുരിതങ്ങൾ നൽകുന്നതാണ്. മാരകാധിപത്യം ഇവർക്കുണ്ട്. അതും പ്രത്യേകിച്ചും കർക്കിടകൻ രാശിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടകൻ രാശിയിൽ ചൊവ്വ വന്നാൽ നീചത്വമുള്ളത് കൊണ്ട് തന്നെ 3-ാം ഭാവത്തിലാണ്, ലഗ്നത്തിന്റെ 3-ാം ഭാവത്തിലാണ് ചൊവ്വയുള്ളതെങ്കിലും ചീത്തപ്പേര് കേൾക്കാനും അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കാനും ഒക്കെ ഇവർക്ക് പലപ്പോഴും ഇതിനുള്ള യോഗങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ചെയ്തതിനെല്ലാം ഒരു ഫലവും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കിട്ടും, പക്ഷെ അതിലേറെ വിഷമിക്കുവാനുള്ള സാഹചര്യവും വന്നു ചേരും. എന്തിന് ഞാനിത് ചെയ്തു എന്നോർത്ത് വിഷമിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിൽക്കും ഇറങ്ങുമ്പോൾ ഒരു വട്ടമല്ല 2 വട്ടം ആലോചിച്ചിട്ട് വേണം, 2ഓ 3ഓ പലവട്ടം ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എനിക്കിത് ചെയ്യാമോ, ഞാനിത് ചെയ്യട്ടെ എന്ന് പരദേവതയോടും അതുപോലെ തന്നെ സൂര്യഭഗവാനോടും ഒക്കെ ചോദിച്ച് മനസ്സിൽ ഒരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഗുരുക്കന്മാരുടെയും ഒക്കെ അഭിപ്രായം തേടിയിട്ട് കർമ്മരംഗത്തിറങ്ങുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നീട് വേദനകൾ അനുഭവിക്കേണ്ടതായി വരും. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും സഹിക്കേണ്ടതായി വരും. ഇത് ഇടവ ലഗ്നം എന്ന് പറയുന്നത് പൃഷ്ഠോദയ രാശിയാകിയാൽ 10-ാം ഇടത്താണ് ഫലം.
ആ പൃഷ്ഠ ഉദയം പിന്നീടാണ് ഉദയം വരുന്നത്. അപ്പൊ അവർക്ക് 10-ാം ഇടത്താണ് ബലം. 10-ാം ഇടം എന്ന് പറയുന്നത് ശനിയുടെ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ശനി ഇവർക്ക് അനുഗ്രഹ സ്ഥാനത്താണ്. കാളയാണ് ഈ മേടൻ രാശിയുടെ സ്വരൂപം. അപ്പൊ കാളയുടെ ഒരു എടുത്തുചാട്ടവും, അതായത് ആ കാളയെ നമുക്കറിയാമല്ലോ ശിവഭഗവാന്റെ വാഹനമാണ്. ഋഷഭ രാശി എന്നും കൂടെ പേര് പറയും. ഇവർക്ക് രുചക യോഗവും ശശമഹായോഗവും ഒക്കെ ഉണ്ട്. ഇവരുടെ കഴുത്ത്, മുഖം ഇവയൊക്കെ നല്ല പ്രത്യേകിച്ച് സ്പോട്ട്ലൈറ്റ്സ്, ടോൺസിൽസ് ഒക്കെ വരാനുള്ള, ഈ ഗോയിറ്ററൊക്കെ വരാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലുണ്ട്. കാരണം ഇവരുടെ മുഖത്തും കഴുത്തിലുമൊക്കെ ഈ ഇത് ഉള്ളത് കൊണ്ട്, കഴുത്ത്, മുഖം ഇവയാണ് ഈ രാശിയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവർക്ക് വേദനകളും ഒക്കെ എന്ത് വന്നാലും കഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകും. ആരെ അറിയിക്കാതിരിക്കാൻ ഇവര് പ്രത്യേകം ശ്രമിക്കും. അതിലൊരു പരിധിവരെ ഇവര് വിജയിക്കുകയും ചെയ്യും. അധിപൻ ശുക്രനായതുകൊണ്ട് ഒരുപാട് കൃഷി ചെയ്യുവാനൊക്കെ ഇവർക്ക് വലിയ താല്പര്യമാണ്. കൃഷി ചെയ്താലൊക്കെ വിജയിക്കും. അതുപോലെ തോട്ടങ്ങളൊക്കെ വാങ്ങിച്ചിടണം, സ്ഥലം വാങ്ങിച്ചിടണം. ഇപ്പോൾ എന്തെങ്കിലും പടുപാട്ടെങ്കിലും പാടുക, സംഗീതം ആസ്വദിക്കുകയും സംഗീതം രചനകൾ നടത്തുകയും സംഗീതത്തിലേക്ക് താല്പര്യങ്ങളുണ്ട്. അതുപോലെ അഭിനയിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. രത്നങ്ങളോടും ആഭരണങ്ങളോടും നല്ല വസ്ത്രങ്ങളോടൊക്കെ ഇവർക്ക് മതിയായ ആഗ്രഹമാണ്. സുഗന്ധദ്രവ്യങ്ങളോട് അടങ്ങാത്ത മോഹമാണ്. സുഖഭോഗ വസ്തുക്കൾ എല്ലാ നന്മയും തന്നിലേക്ക് ആകർഷിക്കണമെന്ന്, വരണമെന്ന് ആകർഷിക്കുന്നവരാണ്. അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യും. ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. ഇന്റീരിയർ ഡെക്കറേഷന്, പെയിന്റിങ്, അതുപോലെ തന്നെ അധ്യാപനം ഒക്കെ ഇവരുടെ കർമ്മരംഗത്ത് ഇവർക്ക് വിജയിക്കുവാൻ സാധ്യതയുള്ളതാണ്. കലാകായിക രംഗത്തും ഇവർ വിജയിക്കും. ഈ രാശിയുടെ രത്നം ശരിക്കും ഡയമണ്ട്, വൈരം, അമേരിക്കൻ ഡയമണ്ട്, ഒറിജിനൽ വൈരം ധരിക്കുന്നത് നല്ലതാണ്. ഇനി പറ്റാത്തവർ അമേരിക്കൻ ഡയമണ്ട് ഒക്കെ ധരിക്കുന്നതും നല്ലതാണ്. മരതകവും ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും. നല്ല ഈ സംഖ്യകൾ പറയുമ്പോഴത്തേക്കും ഇടവ ലഗ്നക്കാർക്ക് 6ഉം 5ഉം 8ഉം ഒക്കെ അവർക്ക് സംഖ്യകൾ ഏറ്റവും അനുകൂല നമ്പറുകളാണ്. അതുപോലെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും ഇവർക്ക് ഏറ്റവും നല്ല ദിവസങ്ങളാണ്. ചൊവ്വാഴ്ച ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചൊവ്വ എപ്പോഴും അധിക ചെലവ് വരുത്തുന്ന ദിവസമാണ്. ശനി യോഗകാരനായതുകൊണ്ട് കർമ്മങ്ങൾക്ക് ഫലം കിട്ടുവാൻ അല്പം താമസമുണ്ടെങ്കിലും നല്ല ഫലങ്ങൾ കിട്ടുകയും വൈകിയാണെങ്കിലും എല്ലാം അനുഭവിക്കാൻ യോഗം കാണും. അതുപോലെ ശനിയാഴ്ച ദിവസം കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. 9ാം ഭാവാധിപത്യം 9ലും 10ലുമായിട്ടാണല്ലോ ശനിയുടെ. 9ഉം 10ഉം ഭാവമായതുകൊണ്ട് ഒരുപാട് ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം ഇടവ ലഗ്നക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് ഒരുപാട് നല്ലതാണ്. ദേവി അധികവും ഇവർ ദേവീ ഭക്തരായിരിക്കും. ദേവിയെ കൂടി അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ വിഷമവും മാറിക്കിട്ടുമെന്നുള്ളത് ഇവരുടെ വിശ്വാസമാണ്. ശിവപാർവതി സങ്കല്പത്തിലാണ് ഇവരുടെ പ്രാർത്ഥനകൾ അധികവും നിൽക്കുന്ന. ശിവഭഗവാനെയും അമ്മയെയും ഒരേപോലെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് വന്നു ചേരും. ഇടവ ലഗ്നക്കാരെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം എന്ത് ശുഭകാര്യത്തിനിറങ്ങുമ്പോഴും ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. മഹാലക്ഷ്മി അഷ്ടകം എപ്പോഴും ജപിക്കുന്നത്, മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, തിരുപ്പതി ഭഗവാനെ ദർശനം നടത്തുന്നതൊക്കെ ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും. ശിവക്ഷേത്രങ്ങളിലെല്ലാം ദർശനം നടത്തുവാൻ പുണ്യം കിട്ടുന്നവരാണ് അധികവും ഇടവ ലഗ്നക്കാർ. അപ്പൊ ഇടവ ലഗ്നക്കാർക്ക് എല്ലാ സൗഭാഗ്യ
സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ചും ഈ കുംഭമാസം എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളുമുള്ള മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ടും കുംഭത്തിലെ ശിവരാത്രി നാളിൽ വ്രതമെടുത്ത് പ്രാർത്ഥന നടത്തി നമഃശിവായ 1008 പ്രാവശ്യം എഴുതുകയും ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും വ്രതമെടുത്ത് പിതൃതർപ്പണമൊക്കെ ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി ശിവരാത്രിയുടെ എല്ലാ പുണ്യവും അനുഭവിക്കാൻ സാധിക്കും. കഴിയുമെങ്കിൽ ഒരു കൂവളത്തിൻ്റെ ഇല ശിവലിംഗത്തിൽ സമർപ്പിച്ച് അല്ലെങ്കിൽ വിളക്കിൻ്റെ ശിവഭഗവാനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് കൂവളത്തില വെച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ ഗുണഫലങ്ങളും നൽകും. ഫെബ്രുവരി 26-ാം തീയതിയാണ് ശിവരാത്രി. അപ്പം അതിൻ്റെ തലേ ദിവസം മുതൽ അതിനുവേണ്ട ശിവരാത്രി വ്രതം എടുക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുക. ശിവരാത്രി നോക്കുന്നതോടുകൂടി എല്ലാ നന്മകളും അനുഭവയോഗ്യമാവും. ശിവരാത്രി മാത്രമല്ല, അതുപോലെ തന്നെ 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി വരുന്ന കുംഭത്തിലെ അഷ്ടമി വളരെ പ്രാധാന്യമാണ്. പഞ്ചമി രണ്ടുണ്ട്. ശുക്ലപക്ഷ പഞ്ചമിയും കൃഷ്ണപക്ഷ പഞ്ചമിയും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് നല്ലതാണ്. ശിവരാത്രി നാളിൽ വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അഷ്ടമി നാളിൽ കുംഭത്തിലെ അഷ്ടമി വൈക്കത്ത് വിശേഷമാണ്. അപ്പം അമ്മ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുക. ഷഷ്ടി നാളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും പ്രാധാന്യമുള്ളതാണ്. കുംഭത്തിലെ ഭരണി എന്ന് പറയുന്ന ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അപ്പൊ അമ്മയെ പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര മകം കുംഭമാസത്തിൽ ഏറ്റവും വലിയ വിശേഷമാണ്. മാർച്ച് 12-ാം തീയതിയാണ് ഈ പ്രാവശ്യത്തെ മകം വരുന്നത്. മകം നാളിൽ എത്ര തിരക്കാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഒരു 1:50 മുതൽ 2 മണി വരെ 2:30 വരെയുള്ള ആ സമയം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു വിളക്ക് തെളിച്ച് അമ്മയുടെ ആ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ച് അമ്മയെ നാരായണൻ ജപിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതായി തോന്നും. ജ്യോതിർമയായ ചോറ്റാനിക്കര അമ്മയുടെ ആ ദിവ്യ സ്വരൂപം മനസ്സിൽ ധ്യാനിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. അമ്മയുടെ എല്ലാ അനുഗ്രഹവും എല്ലാവർക്കും കിട്ടും. കഴിയുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ്. 13-ാം തീയതി പൂരമാണ്. പൂരം എന്ന് പറയുന്ന ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കീഴ്ക്കാവിലമ്മയുടെ ആഘോഷ ദിവസമാണ് പൂരം. ആ പൂരം നാളിൽ കീഴ്ക്കാവിലമ്മയെ പ്രാർത്ഥിക്കാം. മേൽക്കാവിലമ്മയ്ക്ക് തന്നെ തുല്യമായ പ്രാധാന്യമാണ് കീഴ്ക്കാവിലമ്മയ്ക്കുള്ളത്. അപ്പൊ അമ്മയെയും പ്രാർത്ഥിക്കുക. ഉത്രം നാൾ കുംഭത്തിലെ ഉത്രം ശ്രീ പൂർണ്ണത്രയീശ തൃപ്പൂണിത്തറ സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശന്റെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കുംഭമാസം പറ ഉത്സവം ചോദ്യനാളിൽ തുടങ്ങും. അതും വിശേഷമാണ്. അതുപോലെ ഈ ഉത്രം നാളിലെ ഭഗവാന്റെ അന്നദാനം ഉത്രം സദ്യ കഴിക്കുന്നത് സർവ രോഗങ്ങൾക്കും മാറുന്നതിന് സഹായകമാണ്. അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്ക് ഉത്രം നാളിൽ സംഗീതാർച്ചനയൊക്കെ നടത്തുവാനുള്ള അവസരമുണ്ട്. തീർച്ചയായും അതിന് അവിടെ ക്ഷേത്രത്തിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സംഗീതാർച്ചനയൊക്കെ നടത്തുക. അന്നദാനം അവിടുത്തെ ഉത്രം സദ്യയിൽ പങ്കുകൊള്ളുന്നതൊക്കെ ഒരുപാട് നന്മകൾ നമുക്ക് നൽകും. കുംഭഭരണി നാളിൽ എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലെ വിശേഷമാണ്. ഇത് കൊടുങ്ങല്ലൂർ ഉത്സവത്തിന്റെ തുടക്കമാണ്. അപ്പൊ കൊടുങ്ങല്ലൂര് അമ്മയെ മനസ്സിൽ ധ്യാനിക്കുന്ന മീനഭരണിയാണ് അവിടുത്തെ പ്രധാന വിശേഷം. പക്ഷെ കുംഭഭരണിക്കും വിശേഷങ്ങളുണ്ട്. എല്ലാ വിശേഷ നാളുകളും എല്ലാവരും പ്രാർത്ഥനകൾ നടത്തുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് പകരുകയും എല്ലാ ഐശ്വര്യവും വന്നു ചേരുകയും ചെയ്യും. കുടുംബ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഓരോ കുടുംബവും രക്ഷപ്പെടുന്നതിനനുസരിച്ചിട്ട് സമൂഹം രക്ഷപ്പെടും. സമൂഹം രക്ഷപ്പെടുന്നതിനനുസരിച്ചിട്ട് ഒരു സംസ്ഥാനവും ഓരോ രാജ്യവും രക്ഷപ്പെടും. അങ്ങനെ നമ്മുടെ ഇന്ത്യ എന്ന ആ മഹാരാജ്യത്തിൻ്റെ എല്ലാ നന്മകളും എപ്പോഴും ഉദിച്ചു തന്നെ നിൽക്കട്ടെ. ഇടവൻ ലഗ്നക്കാർക്ക് ഏത് രാശിയിൽ പിറന്നാലും ഇടവൻ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ, ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ ശിവഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.